ഇന്ന് ഇന്ത്യയിൽ ബാലികാ ദിനമായി ആഘോഷിക്കുന്ന ദിവസമാണ്. നമ്മുടെ പെൺകുട്ടികൾക്ക് അവരുടെ എഡ്യൂക്കേഷൻ ആവട്ടെ, ജീവിതത്തിൽ മറ്റ് കാര്യങ്ങളൊക്കെ ആവട്ടെ, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം ലഭിക്കുന്നതാവട്ടെ, അങ്ങനെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട്, അവസരങ്ങൾ നൽകിക്കൊണ്ട് അവരെ വളർത്തിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ബാലികാ ദിനം ആഘോഷിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മൊണാലിസയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീഡിയോസും പിക്ചറും ഒക്കെ നമ്മൾ കണ്ടു. എത്ര സുന്ദരമായിട്ടുള്ള കണ്ണുകൾ, എത്ര സുന്ദരമായിട്ടുള്ള മുടി. ആ പെൺകുട്ടി എങ്ങനെ മൊണാലിസയായി എന്ന് ചോദിക്കുമ്പോൾ, ചെറുപ്പകാലം മുതൽ അവൾ വളർന്നു വന്ന ഒരു ബാലികയിൽ തുടങ്ങി അവൾ ഈ ഒരു യുവത്വത്തിലേക്ക് എത്തിയിരിക്കുന്ന അവസ്ഥ. എല്ലാ പെൺകുട്ടികളും ഇതുപോലെ മനോഹരമായിട്ട് ജീവിതത്തിൽ സൗന്ദര്യമുള്ള കുട്ടികളായിട്ട്, ജീവിതത്തിൽ വിജയിക്കുന്ന കുട്ടികളായിട്ട് മാറേണ്ടതാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിലെ ബാലികാ ദിനം ആഘോഷിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുള്ള ചില കാഴ്ചകളൊക്കെ വളരെ ദയനീയമായിട്ടുള്ള കാഴ്ചകളുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരുപാട് പെൺകുട്ടികൾക്ക് അവസരങ്ങൾ ലഭിക്കുന്നുമുണ്ട്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു സർവേയുടെ ഭാഗമായിട്ട് ഒരു ഡാൻസ് ബാറിൽ പോയപ്പോൾ അവിടെ 14 വയസ്സുള്ള ഒരു പെൺകുട്ടി അവളെ അവളുടെ പിതാവ് 20 രൂപയ്ക്ക് വിറ്റതാണ്. വളരെ ചെറുതായിരുന്ന സമയത്ത് വിറ്റതാണ്. അവൾക്ക് ആ ചരിത്രമൊക്കെ അറിയാം. അവൾ ഡാൻസ് ബാറിൽ ജോലി ചെയ്യുന്ന ഒരു സെക്സ് വർക്കറായിട്ട് ജോലി ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസിൻ്റെ ഭാഗമായിട്ട് മറ്റ് പല സർവേകളിലുമൊക്കെ പോയപ്പോൾ, സെൻട്രൽ ഗവൺമെൻറ് പ്രോജക്റ്റുകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോയപ്പോൾ ഇതുപോലുള്ള പെൺകുട്ടികളെ കാണുവാൻ ഇടയായിട്ടുണ്ട്. മാജിക് ബസ് എന്ന് പറയുന്നൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തപ്പോൾ സ്ട്രീറ്റിലെ പെൺകുട്ടികളെ പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, സ്ട്രീറ്റിൽ തന്നെ മാതാപിതാക്കളെ ജന്മം നൽകപ്പെട്ട കുട്ടികൾ, അവിടെ അവർ ജനിച്ച് വളർന്ന് സ്ട്രീറ്റിലെ മറ്റു കുട്ടികളുടെ കൂടെ തന്നെ വളരുന്നു. അതോടൊപ്പം തന്നെ പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ ധാരാളമായിട്ടുള്ള പെൺകുട്ടികളെ കണ്ടുമുട്ടാറുണ്ട്. അവർ നമ്മുടെ നാട്ടിൽ സുരക്ഷിതരാണ്, നമ്മുടെ നാട്ടിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇന്ത്യയുടെ മറ്റ് പല ഭാഗങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഒന്നും വേണ്ട, ഈ കേരളത്തിൽ തന്നെ ചില സ്ഥലങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് സുരക്ഷയുണ്ടോ, കൊച്ചുകുട്ടികൾക്ക് മാതാപിതാക്കളാൽ തന്നെ സുരക്ഷ ലഭിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വളരെ അർത്ഥവത്തായിട്ട് നാം ചോദിക്കേണ്ടിയിരിക്കുന്നു. ഈ അവസരത്തിൽ ഈ പെൺകുട്ടികൾക്കായിട്ടുള്ള ഈ ഒരു ദിനത്തിൽ, ബാലികമാർക്കായിട്ടുള്ള ഈ ഒരു ദിനത്തിൽ എന്നെ അറിയുന്ന എല്ലാ ബാലികമാർക്കും ആത്മാർത്ഥമായിട്ടുള്ള ആശംസകൾ. നിങ്ങളുടെ ജീവിതം ഒരുപാട് സന്തോഷം നിറഞ്ഞതാവട്ടെ എന്ന് ആശംസിക്കുന്നു.